അനിയന് മൂക്കത്ത് ഇഞ്ചി തന്നെയാ. അത് ഞാനങ്ങ് സഹിച്ചോളാം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പങ്ങൾ ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ ഇങ്ങോട്ട് വരാതെ ബോംബെ സ്ഥിരതാമസമാക്കിയിരുന്നെങ്കിൽ. ഈ വീട് അവൻ ഇഷ്ടപ്പെടുമെന്ന എന്റെ പേടി. അതിനിത് വിലക്ക് വാങ്ങിച്ചൊന്നും അല്ലല്ലോ, വാടകയ്ക്കല്ലേ. എടി, ഈ ഏരിയയിൽ ഇത്രയും സജ്ജീകരണങ്ങളോടുകൂടി ഇങ്ങനെ ഒരു വീട് കിട്ടുന്നത് മഹാഭാഗ്യം. എന്തായി കാണിക്കുന്നത്? കൈ മുറിഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? ഇപ്പൊ വിരൽ മുറിഞ്ഞില്ലേ? എന്റെ അളിയന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി വിരലല്ല, ഞാൻ കൈ വരെ മുറിക്കട്ടെ. പിന്നെ അവൻ നമ്മളോട് ഇവിടെ കുറച്ചു ദിവസം താമസിക്കാൻ നിർബന്ധിച്ചെന്നിരിക്കും. സമ്മതം മുളിയാക്കരുത്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്? ആഹാ, എനിക്കറിയാം ഇതാ മനസ്സിലിരിപ്പെന്ന്. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞത്. വിളവെടുപ്പാ, പിടിപ്പത് ജോലിയുള്ള സമയമാ. ആർക്ക് വേണ്ടിയാടി നമ്മൾ ഈ സമ്പാദിക്കുന്നത്? കുട്ടികളോ ഇല്ല, വിളവെടുപ്പാണ് പോലും. വിളവെടുപ്പ് ആ പെട്ടിയൊക്കെ ഇറക്കി ഒന്ന് അകത്തേക്ക് വെച്ചേക്ക്. യാത്രയൊക്കെ സുഖമായിരുന്നു വിഷ്ണു? എന്റെ വരവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രഹസ്യമാക്കി വെച്ചിട്ടും ഓഫീസിൽ നിന്ന് സ്വീകരിക്കാൻ സ്റ്റാഫ് എത്തിയിരുന്നു. നല്ല ഹാരം. ഇത് എവിടുന്ന് വാങ്ങിച്ചതാ? ആഫ്രിക്കയിൽ നിന്ന്. ആഹാ, നോണ അത് നോണ. വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് എടുക്കുന്നു. വിഷ്ണു, ഇതാണ് ഡ്രോയിങ് റൂം, സ്വീകരണ മുറി. വരുന്ന സന്ദർശകരെ സ്വീകരിച്ച് ഇവിടെയോ അവിടെയോ ഇരുത്താം. ഞാൻ വിചാരിച്ചു കിച്ചണിലായിരിക്കും ഇരുത്തേണ്ടതെന്ന്. എന്തു അളിയത്, ഞാൻ വല്ല കൊച്ചു കുട്ടിയോ മറ്റാണോ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാ, വിട്ടുതരേ പറയൂ. പാർവതി, നീ വെള്ളത്തിലെടുക്കല്ലേ? നമുക്ക് ഡ്രോയിങ് റൂമിന്റെ മൊത്തം അറേഞ്ച്മെന്റ്സ് ഒന്ന് മാറ്റണം. അതൊക്കെ സോഫ സെറ്റ് അപ്പുറത്തേക്ക് വരൂ. ഇതാണ് ബെഡ്റൂം, കിടപ്പ് മുറി എന്ന് പറയും. രാത്രി ഇവിടെയാണ് കിടക്കുന്നത്. അറേഞ്ച്മെന്റ്സ് ഒന്നും ശരിയല്ല. ഈ കട്ടിൽ ഇപ്പുറത്തേക്ക് മാറ്റണം. AC കിട്ടണ്ടേ? ഈ ടേബിൾ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് അപ്പുറത്തെ ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങോട്ട് മാറ്റി. എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ ചെയ്തോ. വിഷ്ണു, ഈ ജനാലയൊക്കെ തുറന്നിട്ട് എയർ കണ്ടീഷണർ ഇട്ട് കിടന്ന നല്ല കാറ്റ് കിട്ടും. മണ്ടത്തരം പറയാതെടി. ഈ വിവരക്കേടിന് എനിക്ക് വേണ്ടി ഇവളോട് ക്ഷമിക്കളിയാ. പോട്ടെ. എടേ, ഈ ജനാല തുറന്നിട്ടിട്ടാണോ എയർ കണ്ടീഷൻ ഓൺ ചെയ്യുന്നത്? അവൻ തണുത്ത് മരവിച്ചു പോത്തില്ലോടി. അയ്യോ, എന്തുവാടി ഇത്? വിഷ്ണുവേ, വിഷ്ണു. ഓ, എത്ര നാൾ കൂടിയിട്ടാണ് ഇത്ര രുചിയോടെ ഭക്ഷണം കഴിക്കുന്നത്. എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യം സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് എത്ര നാൾ കഴിയാന്നാ? വിഷ്ണു, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഈ ഹോട്ടൽ ഭക്ഷണം അധികം കഴിച്ചാൽ ആമാശയത്തിലെ വാൽവുകൾ ബ്ലോക്കായി ചെറുകുടലിൽ അമ്ലങ്ങൾ കെട്ടിക്കിടന്ന് അൾസർ, ക്യാൻസർ, നോക്കി ചിക്കൻ ഇങ്ങോട്ട് വിളമ്പിയേ. അതുകൊണ്ടാണ് എത്രയും വേഗം നീ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. ഭാര്യ വെച്ചു വിളമ്പി തരുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് മറ്റൊന്നിനും കിട്ടില്ലല്ലേ പറക്കുട്ടി? ആ ബ്രോക്കർ കേശവൻകുട്ടി 3-4 നല്ല ആലോചനകളായിട്ട് പുറകെ നടക്കുക. നീ വന്നിട്ട് നോക്കാന്നാ ഞങ്ങള് പറഞ്ഞിരിക്കണേ. നമ്മുടെ പൂവള്ളിയിലെ നന്ദന്റെ കല്യാണമാണ് ഗുരുവായൂർ വെച്ച്. നിന്നേക്കാൾ 5-6 വയസ്സിന് എളുപ്പം അവൻ. ഈ കല്യാണവും പ്രായവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല ഉറുപ്പേട്ടാ. നീ എന്തുവാടേ ഈ പറയുന്നത്? ഞാൻ കല്യാണം കഴിക്കാതെ സന്യസിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഭാര്യയായി വരുന്ന കുട്ടിയെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓഹോ, ഇപ്പോഴും നീ നിന്റെ 7 കണ്ടീഷൻസ് മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണോ? എന്റെ വിഷ്ണു, നീ ഈ പറയുന്ന എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങി ഒരു കുട്ടിയെ കെട്ടാൻ ബുദ്ധിമുട്ടാ. ചേച്ചി, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവൂ. അല്പം വൈകിയാലും ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയെ എനിക്ക് കിട്ടാതിരിക്കില്ല. പെട്രോൾ വില കയറുന്ന പോലെ വയസ്സങ്ങ് കയറിപ്പോ അവസാനം മൂത്ത് നനച്ച് പല്ലും പൊഴിഞ്ഞ് കണ്ടീഷനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇറത്തി ചാരസരെ കിടക്കേണ്ടി വരും. നീ ഓർത്തോ? ആകെ കൂടി കുടുംബത്തിലുള്ള ഒരു ആൺതരിയാ. നമുക്കോ കുട്ടികളില്ല. ഇവനും കൂടി ഇങ്ങനെ തുടങ്ങിയ മംഗലത്തുകാരുടെ വംശയെ ഇല്ലാതായി പോവും. വടിപോലെ നിൽക്കാൻ നേരെ നിൽക്കണോ? വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. മോർണിംഗ്. ഷേർലി, ഇത് രേണു, ലക്ഷ്മി, ഇത് വാസു, ഇവിടുത്തെ പ്യൂണ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് ശ്രീദേവി. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അത് കീ കൊടുക്കാൻ മറന്നുപോയതാണ്. ശമ്പളം വാങ്ങിക്കാൻ മറക്കാറില്ലല്ലോ. ഒരു ഓഫീസിലെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനാണ് ഈ ക്ലോക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതേ പങ്ക്ച്വൽ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അല്ല, അത് ഞാനിപ്പോ തന്നെ ഇങ്ങനെയുള്ള ലാബ്സുകൾക്കൊക്കെ ഞാൻ എന്താണ് ചെയ്യാറുള്ളത് എന്ന് അറിയാവല്ലോ. അറിയാം സാർ. ഇൻക്രിമെന്റ് കട്ട് ചെയ്യും. സോ ബി കെയർഫുൾ. സർ,
അറ്റൻഡൻസ് രജിസ്റ്റർ കൊണ്ടുവരും. യെസ് സർ. സർ, എല്ലാവരും പ്രസന്റ് ആണ് സർ. അല്ല, അക്കൗണ്ടന്റ് വിൽഫ്രഡും ക്ലർക്ക് കൃഷ്ണൻകുട്ടി ഒഴിച്ച്. അതെനിക്ക് മനസ്സിലായി. ഈ അക്കൗണ്ടന്റ് ഓഫീസിൽ വരാതായിട്ട് 7 ദിവസമായി. ക്ലർക്ക് ഒപ്പിട്ടിട്ട് 4 ദിവസമായി. എന്താ ലീവ് മാർക്ക് ചെയ്യാതിരുന്നത്? അല്ലാതെ ഞാൻ ഇവർ ലീവ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല അപ്പൊ അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആണല്ലേ? 2 പേർക്കും ഇഷ്യൂ ചെയ്യാൻ ഒരു മെമ്മോ ഡ്രാഫ്റ്റ് ചെയ്തോളൂ. സർ. എന്താ ഇത്? ഇന്നു മുതൽ കൂലി കൂട്ടിത്തരാമെന്ന് മുതലാളി ഞങ്ങളോട് സമ്മതിച്ചിരുന്നല്ലേ? പൗലോസേ, മര്യാദയ്ക്ക് തരുന്നത് മേടിച്ചോണ്ട് പോ. ഇത് ന്യായമല്ല മുതലാളി. നീ ന്യായം പഠിപ്പിക്കാൻ. മുതലാളി, കണ്ണിമാങ്ങ കറി വയ്ക്കാനുള്ളതാ. കരാറുകൾ പാലിക്കപ്പെടാനുള്ളത്. Take this rascal away. Maybe we are coolies, poor laborers, but we are not rascals. Gone are the days when you could ill-treat us, punish us, and destroy us. This is the day of the poor, the common man. If you utter the word rascal once again, your silver cheeks will enjoy the mark of my golden fist. Understand? Cut. എന്താ എന്ത് പറ്റി? നന്നായി പറഞ്ഞു ചേട്ടാ. തന്റെ അടുത്ത് ഈ ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാലേ? അത് സാർ, ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കയ്യിൽ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇത് മലയാളം ടി വി സീരിയലാ, ഇംഗ്ലീഷ് അല്ല. മനസ്സിലായോ? അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള സാറിന്റെ തോന്നലാ. എടോ, ഏത് തൊഴിലാളിയാണോ ഇംഗ്ലീഷിൽ കടുവറക്കുന്ന പോലെ ഡയലോഗ് പറയുന്നത്? സാർ അങ്ങാടിയൊന്നും കണ്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് മുതലാളിമാരെക്കാളും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തൊഴിലാളികളാ. ഷട്ട് അപ്പ്. ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഡയറക്ടറെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ടറെ എനിക്ക് വേണ്ട. ക്ഷമിക്കണം സാർ, ഞാൻ സാറിനെ വേദനിപ്പിച്ചു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോടോ. അത് സാറിന്റെ വിവരക്കേടും അറിവില്ലായ്മയും കൊണ്ടാ. ഞാൻ പോവാ. എന്തിനാ സ്പോൺസറേഴ്സിനെയും ദൂരദർശനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത്? ഇതേപോലുള്ള സംവിധായകർ ഉള്ളിടത്തോളം കാലം സീരിയലുകൾ കണ്ട് കണ്ണീര് കുടിക്കാനേ നമ്മുടെ പ്രേക്ഷകർക്ക് യോഗമുള്ളൂ. Get out! എന്താ സാറേ പ്രശ്നം? ഈ ഡോർ തുറക്കുന്നില്ല. അത്രേ ഉള്ളോ? ഏതാ എന്റെ താക്കോല്? പുതുതായിട്ട് വാങ്ങിയ കാറാണേ, താക്കോല് ഏതെന്ന് മറന്നുപോയി. അതൊന്നും സാരമില്ല. ഈ പൂട്ട് തുറക്കുന്നതിനും പ്രഥമം വയ്ക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക നാക്ക് വേണം. ഇപ്പൊ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? എന്റെ കാർ മോഷ്ടിക്കുന്നു. പിടിക്കാതെ. പോലീസ്, പോലീസ്. അതെ, ഇംഗ്ലീഷുകാരൻ തന്നിട്ട് പോയ സോറി എന്ന വാക്കുകൊണ്ട് ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും സോറി എന്ന വാക്കിന് പകരം ക്ഷമിക്കണം എന്ന മലയാള മണ്ണിന്റെ മനോഹരമായ പദം ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യവും അഭിലഷണീയവുമെന്ന് ഞാൻ മൈലന്റെ വിറ്റ് നടക്കുന്നവരെ നാക്കിനേക്കാൾ നീളമുണ്ടല്ലോ തന്റെ നാക്കിന്. താങ്ക് യു ചേട്ടാ. മയിലിനെ പോലെ ഞാനും ഒരു സുന്ദരനാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തട്ടിയിട്ടത് പോലെ പിന്നെ കിടന്ന് വളവളാന്ന് വാച ഓടിക്കുന്നു. പരാതിക്കാരി പാലിക്കുന്ന ഈ മാന്യത, ഈ അന്തസ് സാക്ഷികളായ നിങ്ങൾക്കും പാലിച്ചാലെന്താ? ഇതിനൊരു പരിഹാരമായിട്ട് വേണമെങ്കിൽ എന്നെയും താഴെ തള്ളിട്ടോ. സംസാരിച്ചു നിന്ന് ഇനി അഥവാ ഞാൻ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയാൽ അതും കണ്ടക്ടറുടെ ഭാഗത്തുള്ള തെറ്റായ KSRTC മാനേജ്മെന്റ് കാണും. മീനൻ രാശിയിലെ പൂരിട്ടാതി അന്ത്യവാദത്തിന് ദോഷസ്ഥാനമായ 6-ൽ നിന്ന് അനുകൂലമായ 7-ലേക്കാണ് വ്യാഴപ്പകർച്ച. സാറേ, എന്ത് പറ്റിയുടെ വഴിക്കൊക്കെ? ഞാൻ എന്റെ സമയം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വന്നതാ. ഇനി കുറച്ചു നാളത്തേക്ക് നിന്റെ സമയം വളരെ നല്ലതാണെന്ന് ഞാൻ കഴിഞ്ഞ മാസം നോക്കി പറഞ്ഞല്ലേ. അത് എപ്പോഴും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നിന്റെ കയ്യിലിരിപ്പ് വളരെ മോശം. എന്റെ കയ്യിലെന്താ? ഒന്നുമില്ലല്ലോ. ഈ ടൈപ്പ് തമാശയൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ നിന്റെ TV സീരിയലിൽ തന്നെ കാച്ചിയാൽ മതി. എടാ, ലീവ് അപ്ലിക്കേഷൻ പോലും തരാതെ ഇങ്ങനെ മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അത് ഒരു കലാകാരന്റെ അന്തർദാഹം. വാഴക്കൊല. പുതിയ റീജിയണൽ മാനേജർ ചാർജ് എടുത്തിരിക്കുക. എംപ്ലോയീസിനെ ഏതെല്ലാം രീതിയിൽ പിരിച്ചുവിടാൻ പറ്റും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാർ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ആ ബസ് മാത്രമല്ല കേട്ടോ, ഓഫീസ് പോകുമ്പോൾ ടൈം ടിക്കറ്റ് 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 അവിടെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? എവിടെ? ഒരു പത്മ. ഒരു ടവർ ജംഗ്ഷൻ. എന്നെ മനസ്സിലായില്ലേ? ബസ് ചാടി കയറിയപ്പോ തട്ടിയിട്ട് ഉരുണ്ട് വീണ് മനസ്സിലായി. ചേഞ്ച് ഇല്ലേ? ഇല്ലാത്തോണ്ടാ. ഇതുപോലെ 2 രൂപയുടെ ടിക്കറ്റിന് 100ന്റെ നോട്ട് കൊണ്ട് 10 പേര് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ 100 രൂപ നോട്ട് വരുമ്പോ ചില്ലറ ഇല്ലാന്ന് മുറുക്കാൻ കടക്കാരും ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും പറഞ്ഞ സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും? ബാക്കി കുറിച്ചിട്ടുണ്ട്. നിങ്ങളോടൊന്ന് മാറി നിൽക്കാൻ എത്ര പ്രാവശ്യം പറയുന്നു? സമ്മാർദ്ദം കാണിക്കുന്നോ? ഇവൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ സിസ്റ്റർ, വൃത്തികേടെ കാണിക്കും. പോട്ടെ, സാരമില്ലെന്നേ. വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാ. റാസ്കൽ. സ്മാർട്ട് ആവല്ലേ? 2-3 ദിവസമായി ഇവന്മാർക്ക് ഈ രോഗം തുടങ്ങിയിട്ട്. രോഗം ഞങ്ങൾക്കല്ല, നിനക്കാ. ദേ പെണ്ണേ, അല്പക്കൂടെ മാന്യമായിട്ടൊക്കെ പെരുമാറിക്കൂടെ സഹോദരൻ? നീ ആരടാ? ഇവളുടെ ലോക്കൽ ഗാഡിയനോ? അതെ, ആണെന്ന് തന്നെ വെച്ചോ. നിന്റെയൊക്കെ ധൈര്യം ഒന്ന് കാണത്ത്. ചോണുണ്ടെങ്കിൽ തൊട്ട് നോക്കണം ഒന്നൂടെ. തൊട്ടാൻ എന്തിയോടാ? എന്തിന്ന് കാണിച്ചു തൊട്ട് നോക്കണം. തൊട്ട് നോക്കണം. നിന്റെയൊക്കെ ട്രെയിനിങ് ഇവിടെ അല്ല കാണിക്കുന്നത്, ബസ്സിനകത്ത്. എന്ത് തോന്നിയാസം കാണിക്കപ്പെടാം. അങ്ങനെ സമ്മതിക്കണ്ട. പൗരബോധമുള്ള ചെറുപ്പക്കാരിവിടെ ഉണ്ട്. അയ്യോ വേണ്ട. കണ്ടക്ടർ അങ്ങോട്ട് മാറി. എനിക്ക് സ്വല്പം ജോലിയുണ്ട്. കോളേജിൽ പഠിച്ചിട്ട് എന്നടാ എവരും കണ്ടക്ടറായിട്ടൊക്കെ പറഞ്ഞത് കേട്ടോ? യാത്ര ചെയ്യാനുള്ള യോഗ്യതല്ല. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. കേട്ടാ, അവനിങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങണം, ഇറങ്ങണം, പോടാ, പോടാ. നിന്നെ ഞങ്ങളുടെ കിട്ടൂടാ. കിട്ടിയാൽ നീ ഞൊട്ടും. പോടാ, പിന്നെ നമ്മളെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് എന്നടാ വന്നത്? പിന്നെ പോടാ. അതെ, സാറിന്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരുടെ സിമ്പതി ഒന്നും എനിക്ക് ആവശ്യമില്ല. അയ്യോ, സിമ്പതിയുടെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള ബാക്കി കിട്ടിയില്ല. 98 റുപ്പീസ്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണേ. ഓ പാരയായി. എന്താണ് കാണിക്കുന്നത്? ആകെപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്. വണ്ടി റിവേഴ്സ് എടുക്കണോ? കണ്ണും മൂക്കും ഇല്ലാതെ കയറി വരുമ്പോ ആലോചിക്കണം. ഓട്ടോ റിവേഴ്സ് എടുക്കണോ? എന്തോ എന്തോ ലക്കും ലഗാനും ഇല്ലാതെ വന്ന് കയറിയതും പോലെ ന്യായം പറയുന്നോ? ഞാൻ വേണേ ഓട്ടോ പുറകിലേക്ക് എടുത്തോളാം. താൻ വലിയ വിട്ടുവീഴ്ചയൊന്നും കാണിക്കണ്ട. സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോ. 1 ഇഞ്ച് ഇത് പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. അല്ല പിന്നെ വിഷ്ണു, താനാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. ഇടോ, വലിയ വണ്ടികളെ കാണുമ്പോ ചെറിയ വണ്ടികളെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും വിനയത്തോടെയും പെരുമാറണം. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? വാദിയാണെന്നും പ്രതിയാണെന്നും ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത്. കൃഷ്ണൻകുട്ടി. ഞാൻ നീ വന്നേ. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അല്ല, നീ എന്താ ഇവിടെ? എനിക്കിവിടെയാ ജോലി. എവിടെ? ഇൻഡോ അറബ് ട്രാവൽസില്. ഓഹോ, അപ്പൊ ആ മുങ്ങി നടക്കുന്ന കൃഷ്ണൻകുട്ടി നീയാണല്ലേ? കൊള്ളാം. ആ, ഞാനും ആ വഴിക്കാ പോകുന്നത്. നീ ആ ഓട്ടോ വിട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ബോംബെയിലാ, ഇപ്പൊ ലീവിലാ. അയ്യോ, സമയമായി. 9:45 ആയുള്ളൂ. അത്രേ ആയുള്ളൂ. പക്ഷെ ഇന്ന് അല്പം നേരത്തെ എത്തണം. അതെ, ഓഫീസിലെ റീജിയണൽ മാനേജറായിട്ട് ഒരു കോന്തം വിദ്യാസുരൻ ചാർജ് എടുത്തിട്ടുണ്ടേ. 3-4 ദിവസത്തെ മുങ്ങലിന് ശേഷം ഞാൻ ഇന്നാ ജോയിൻ ചെയ്യാൻ പോണേ. അയാൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഒപ്പിട്ട് വെക്കാം. അപ്പൊ എന്റെ ആബ്സെന്റ് ഒക്കെ പ്രസന്റ് ആയി മാറും. പിന്നെ അങ്ങനെ സോപ്പിട്ട് മസ്കടിച്ച് ഞാൻ വലയ വീഴ്ത്തിക്കോളാം. ഏതായാലും ഞാനും കൂടെ നിന്റെ ഓഫീസിലൊന്ന് വരാം. എന്തിനാ? നിന്റെ ഓഫീസൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. എന്നാ വാവ, വെൽക്കം. ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഭരണമൊക്കെ ഞാനാ നടത്തുന്നത്. ഇത് വാസു, ഞങ്ങളുടെ പ്യൂർ വാസു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഈ TV സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ വലിയ ബഹുമാനാണ്. നീ ഇരിക്കേ.
വാസു ഒരു ചേരങ്ങെടുത്ത്. എന്നാ ഓഫീസിനകത്ത് കയറുന്നതിന് മുമ്പെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? സ്റ്റാഫിന്റെ മുന്നിലൊക്കെ എനിക്ക് എന്ത് വില ആയിരുന്നെന്ന് അറിയാമോ? നീ കാരണം എല്ലാം നഷ്ടപ്പെട്ടു. ഓ ആ പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. ഓഹോ, ഇതാണോ കുറച്ച അവസ്ഥ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഈ TV നാടകവും ഒരുമാതിരി അലന്ന സ്പോൺസേഡ് സീരിയലും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം എന്റെ കൂടെ ജോലി ചെയ്താൽ മതി. അല്ല, ഒരു കലാകാരന്റെ അന്തർദാഹം. അന്തർദാഹം അത് നല്ല പൈപ്പോളം കുടിച്ചാൽ മാറിക്കോളും. TV-യിൽ അഭിനയം വേണോ ഓഫീസ് ജോലി വേണോ എന്ന് ഇന്ന് തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിനയം വേണ്ട, ജോലി മതി. പിന്നെ പുറത്ത് വെച്ച് നീ എന്നോട് കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒന്നും ഓഫീസിൽ വെച്ച് കാണിക്കരുത്. അവിടെ നീ ക്ലർക്കും ഞാൻ ബോസുമാണ്. മതി മതി, ഇനി കുറച്ചു നേരത്തേക്ക് നിന്റെ ഈ സ്റ്റഡി ക്ലാസ് ഒന്ന് നിർത്ത്. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? എങ്ങനെയുണ്ട് നിന്റെ ഇവിടുത്തെ താമസമൊക്കെ? കുഴപ്പമില്ല. എന്നാലും ഇത്രയും വലിയ വീട്ടില് ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താ പ്രേതം വരും? അതിപ്പോ നീ ഉള്ളിടത്ത് പ്രേതം വരുമോ? പിന്നെ വിഷ്ണു, ഇന്നലെ ദയാനന്ദ സാർ എന്നോട് ചോദിക്കുക, കൽക്കട്ടയില് നമ്മൾ ഒരു വീട്ടില് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് കഴിഞ്ഞതുപോലെ ഇവിടെയും ഒരുമിച്ച് താമസിച്ചൂടെ എന്ന്. അതെയോ? അതിന് ഞാനാണ് റീജിയണൽ മാനേജർ എന്ന് നിനക്ക് ഇന്നല്ലേ മനസ്സിലായത്? പറഞ്ഞ അതും ശരിയാണല്ലോ. ഇനി ഞാൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മതി മതി മതി, എടാ കിടന്ന് ഉരുളാതെ. കൽക്കട്ടയിൽ താമസിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ കഴിഞ്ഞോളാമെങ്കിൽ ഇവിടെയും താമസിച്ചോ. മനസ്സിലായില്ല. എന്റെ ഒരു പേഴ്സണൽ കുക്കും കൂടിയായിട്ട്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഏതായാലും പാചകത്തിന്റെ കാര്യത്തിൽ നീ ആളൊരു കൊച്ചുമെടുക്കനാ. ഇന്ന് തന്നെ ഇങ്ങോട്ട്. മോടെ പേരെന്താ? സുധ. ഏതുവരെ പഠിച്ചു? BSc. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾ എല്ലാ കാര്യത്തിലും മുന്നിലാ. എത്ര ആലോചനകൾ വന്നതാ, ഒന്നും ജാതകം ചേരുന്നില്ല. ജാതകത്തിന്റെ കാര്യത്തിൽ ഇത് നല്ല ചേർച്ചയാണ്. എല്ലാ പൊരുത്തങ്ങളും വളരെ കൃത്യമായി. അവർക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ആവാം. അതെ അതെ, അതാണല്ലോ അതിന്റെ ഒരു രീതി. आपको कर्नाटिक संगीत जानता है? അല്ല, പയ്യന് മലയാളം അറിയില്ലേ? കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ? ഇല്ല. കാംബോജിയിൽ ഒരു കീർത്തനം ആലപിക്കാം. അയ്യോ, കർണാടക സംഗീതം ഒന്നും അറിയില്ല. പോകാം. അല്ല, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നതാണോ കച്ചേരിക്ക് ബുക്ക് ചെയ്യാൻ വന്നതോ? വിഷ്ണു, നാണം കെടുത്തരുത്. കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ കണ്ടീഷൻസ് ഒക്കെ വേണ്ടാന്ന് വെക്കുമെന്ന് നിന്റെ പെങ്ങളാണ് പറഞ്ഞത്. സോറി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഈ വിവാഹം നടക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാൻ എന്റെ കണ്ടീഷൻസ് ഒക്കെ താനെ അങ്ങ് പിൻവലിച്ചോളൂന്നോ? ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാണ് എന്റെ കണ്ടീഷൻസ് ഓക്കെ ആണോ എന്ന്. ആ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്ത്? ഓഹോ, അതാണ് പ്രശ്നം. അവളുടെ ഫീലിംഗ്. ആ പെണ്ണിന്റെ തള്ളയുടെയും തന്തയുടെയും മുമ്പിൽ ഞങ്ങൾ ഷൂ നായിപ്പോയി. ഷൂ നായണം. നോക്കി, ഇതുപോലുള്ള വല്ല പ്ലാനും പദ്ധതിയും പറഞ്ഞ് എന്നെ കൊണ്ട് കെട്ടിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. എന്താ ചെയ്യാ? അല്ല ഏട്ടാ, വിഷ്ണു ഇപ്പൊ വിട്ടിന്ന് വിളിച്ചത് കുറുപ്പേട്ടനാണോ അതോ ചേച്ചിയെ? വിളച്ചിലെടുക്കല്ലേ. ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. അല്ല, ചൊറിക്ക് നല്ല ബെസ്റ്റ് മരുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, ബീറ്റെക്സ്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയല്ലോടാ. കൃഷ്ണൻകുട്ടി കേട്ടില്ലേ അവന്റെ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ? അല്ല, ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ ഈ കണ്ടീഷൻസ്? കണ്ടീഷൻസ് അല്ല, അവന്റെ വിവാഹക്കാര്യല്ലേ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനും ഇടപെടാം. ആരിടപെട്ടിട്ടും കാര്യമില്ല. ഒന്നാമത് ചൊവ്വാദോഷമുള്ള ജാതകമാ. കൂട്ടത്തിൽ 7 കണ്ടീഷൻസും കൂടി ആവുമ്പോ നിത്യ ബ്രഹ്മചാരിയായി പച്ചിലെന്തുന്ന ആശ്രമത്തിൽ കഴിയേണ്ടി വരും. എന്നിട്ടും കണ്ടീഷൻസ് എന്താണെന്ന് ചേട്ടൻ പറയുന്നില്ലല്ലോ. ഒന്നാമത് കുട്ടി ശാലീന സുന്ദരിയായിരിക്കണം. ഗ്രാമീണ സൗന്ദര്യം, നെറ്റി ചന്ദനക്കുറി, മുടിയിൽ തുളസിക്കതിർ, ആകെ മൊത്തം കാച്ചി എണ്ണയുടെ മണം. ഈ എണ്ണയുടെ മണം ഒഴിച്ച് ബാക്കിയെല്ലാം സഹിക്കാം. നാടൻ വേഷത്തിനോടൊപ്പം മോഡേൺ വേഷവും ധരിക്കാൻ സന്നദ്ധയായിരിക്കണം കുട്ടി. അത് ധരിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് ന്യായം. എന്നാ പുറകെ വരുന്ന അന്യായങ്ങൾ കേട്ടോ. പെണ്ണിന് നമ്മുടെ നാടൻ കഞ്ഞിയും കറിയും വെക്കാൻ മാത്രമല്ല വെസ്റ്റേൺ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ കുക്കിംഗും അറിഞ്ഞിരിക്കണം. അതെന്തിനാ? വല്ല ഹോട്ടലിൽ നടത്താൻ ഉദ്ദേശമുണ്ടോ? നീ എന്തുവാടേ? അവൻ ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ ധാരാളം ഫ്രണ്ട്സ് ഇല്ലേ? അവരൊക്കെ വരുമ്പോ വെച്ചു വിളമ്പി കൊടുക്കണ്ടേ? അവന്റെ ഫ്രണ്ട്സിന്റെ ഭാഗ്യം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുട്ടിക്ക് ഹിന്ദി അനായാസമായി എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതെന്തിനാ? ഹിന്ദി ക്ലാസ് നടത്താൻ ഉദ്ദേശമുണ്ടോ? അതല്ലടേ, അവന് ട്രാൻസ്ഫർ ആയി ബോംബെക്കോ ഡൽഹിയിലോ പോകേണ്ടി വന്നാലോ? പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കർണാടക സംഗീതത്തിൽ പരിജ്ഞാനം വേണം. ഇതിനെല്ലാം പുറമെ ഭാര്യ ധൈര്യശാലിയായിരിക്കണം. വൈജയന്തി IPS പോലെ. അതാരടേ? എന്റെ വകയിലൊരു ബന്ധുവാ. പക്ഷെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എന്തിനാണടേ IPS-ന്റെ കാര്യമൊക്കെ എഴുന്നള്ളിക്കുന്നത്?
ഇത്രയും കണ്ടീഷനൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. പറ. 7 കണ്ടീഷനല്ലേ ഉള്ളത്? അതെ. 7 കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഓരോ കണ്ടീഷൻ വീതം ഓക്കെ ആയ 7 പെൺകുട്ടികളെ തപ്പി അവരെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലോ? തൊലിക്കല്ലേ ദാ, തൊലിക്കല്ലേ എന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. ചേട്ടൻ സെന്റിമെന്റിലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ 7 കണ്ടീഷൻ അല്ല 10 കണ്ടീഷൻ ഉള്ളവരെ ഞാൻ തപ്പിത്തരാം. ആ അതേ ചേച്ചി. അപ്പൊ പറഞ്ഞതുപോലെ നാളെ. ബൈ. സത്യം പറടാ, ഏതാ പെണ്ണ്? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മോളാ. വകയിലൊരു അമ്മാവനോ? അത് നിന്റെ അമ്മയ്ക്ക് ആങ്ങളമാരില്ലല്ലോ. ഇനി ഉള്ള സത്യം പറയാമല്ലോ. അത് KSRTCയിലെ പുതുതായിട്ട് ചാർജ് എടുത്ത വനിതാ കണ്ടക്ടറാ ഇന്ദു. എടാ, വനിതാ കണ്ടക്ടർ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലല്ലേ കാണേണ്ടത്. അവൾക്ക് നിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ എന്താ പണി? വിഷ്ണു, എന്റെ പേഴ്സണാലിറ്റിയിലാണോ സ്വഭാവത്തിലാണോ ആ കുട്ടി ആകർഷ്ടയായതെന്ന് എനിക്കറിയില്ല. നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് പാവമല്ലേ. മാത്രമല്ല, കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വനിതാ കണ്ടക്ടർ വിവാഹം കഴിക്കണമെന്നുള്ളത്. ഒരു ഒറ്റ അലക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടാ, ഡ്യൂട്ടി സമയത്താണോ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നത്? അതും കമ്പനി സ്കൂട്ടറിൽ. പ്രേമത്തിന് സ്വന്തം സ്കൂട്ടറെന്നോ കമ്പനി സ്കൂട്ടറെന്നോ ഉള്ള വ്യത്യാസമില്ലടാ. ദേ, മേലാൽ ഡ്യൂട്ടി സമയത്ത് ആ പെണ്ണിനെ നിന്റെ കൂടെ എങ്ങാനും കണ്ടാൽ അന്ന് തീരും നിന്റെ പണി. ഇതിന്റെ പേരാണ് അസൂയ. ഇംഗ്ലീഷിൽ ജലസി എന്ന് പറയും. നീ ഇപ്പൊ പറഞ്ഞതിന് ഇംഗ്ലീഷിൽ നോൺസെൻസ് എന്ന് പറയും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ തലമുടിക്ക് ഇത്ര ഇഞ്ച് നീളം വേണം, കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇത്ര മില്ലിമീറ്റർ ഡയമീറ്റർ വേണം, നടക്കുമ്പോ കഴുത്ത് 15 ഡിഗ്രി ചരിഞ്ഞിരിക്കണം, കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെ തോന്നണം, പക്ഷെ ചിരിക്കുമ്പോ ചൈനീസ്കാരെ പോലെ ഇരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളിലും തലയിട്ടാൽ ഊരാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം. അതെ, ഈ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ പിൻവലിച്ച് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എത്ര നാളാ ഞാൻ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യം. ചെല്ല് ചെല്ല് ചെല്ല്. കൃഷ്ണൻകുട്ടിയോ? മാഷെന്താ ഇവിടെ? ലതികയ്ക്ക് ഇവിടെ സ്റ്റെനോഗ്രാഫർ ആയിട്ട് ജോലി കിട്ടി. അതെയോ? താനിവിടെ? ഞാനിവിടെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. വലിയ അനുഗ്രഹമായി. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവണേ ഭഗവാനെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ ഉച്ചവരെ ഓഫീസിലുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എപ്പോഴാ വന്നത്? ഒന്നും പറയണ്ട എന്റെ കൃഷ്ണൻകുട്ടി. വഴിക്കുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം 4 മണിക്കൂർ വൈകിയ ബസ് ഇവിടെ വന്നു. ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമായിരുന്നു. പക്ഷെ ആ സൂപ്രണ്ട് ഉണ്ടല്ലോ, വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ഡേറ്റ് ഇട്ട് ജോയിൻ ചെയ്തോളൂ എന്ന്. അല്ലെങ്കിലും ദയാനന്ദ സാർ ആള് വളരെ നല്ലവനാ. ആഹാ. റീജിയണൽ മാനേജർ ഇന്ന് ലീവ് ആയത് നിങ്ങളുടെ നല്ല കാലം. ഓ. അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിന് ഇന്ന് തന്നെ മെമ്മോ അടിച്ച് കൈ തന്നേന്. ദൈവാധീനം. അല്ല, ഇനിയിപ്പോ ഇവക്ക് താമസിക്കാനൊരു സൗകര്യം ഉണ്ടാക്കണമല്ലോ. ഒരുമാതിരിയുള്ള എല്ലാ ഹോസ്റ്റലുകളിലും സൂപ്രണ്ട് സാർ വിളിച്ചു ചോദിച്ചു. ഒരു സ്ഥലത്തും വേക്കൻസി ഇല്ല. വഴിയുണ്ടാക്കാം. മേറ്റൻ പുറത്തു പോയിരിക്ക. എപ്പോഴാ വരികയെന്ന് അറിയില്ല. മേറ്റൻ വരാതെ റൂമിന്റെ കാര്യം. മേറ്റൻ സൗകര്യം പോലെ വരട്ടെ. തൽക്കാലം ലതികയെ ഇന്ദുവിന്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്യൂ. മേറ്റൻ വന്നിട്ട് റൂം ശരിയായി കൊടുത്താൽ മതി. റൂം കിട്ടാൻ ലേറ്റ് ആയാലും 1-2 ദിവസം എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലതികയ്ക്ക് അതില് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവൾ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. മാഷ് ഒന്നും കൊണ്ടും പേടിക്കണ്ട. ലതികയ്ക്ക് ഇവിടെ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഇന്ദു ഉണ്ടല്ലോ. ഈ കുട്ടി കൃഷ്ണൻകുട്ടിയുടെ ആരാന്നാ പറഞ്ഞേ? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മകളാ. അതായത് ഇന്ദുവിന്റെ അമ്മാവന്റെ മകനാ വകയില് ഞാൻ. അപ്പോ ഞാൻ ഇനി നിക്കണ്ടല്ലോ. ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്താം. ഇത് വച്ചോളൂ. മുറിവാടക കൊടുക്കേണ്ടതല്ലേ? അച്ഛൻ ഇറങ്ങട്ടെ? ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൂടെ വരാം. ഓ, എന്താ എന്താ? അല്ല, ബസിന്റെ ടിക്കറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് തരാമെന്ന്. KSRTC അല്ലേ? അയ്യോ, അതിനും കൂടെ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കണേ. അതാ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. ആ, കേറ കേറ. ഈ ജോലി കിട്ടുമെന്ന് അശേഷം പ്രതീക്ഷിച്ചതല്ല. എത്ര ഇടത്ത അപേക്ഷകൾ അയച്ചത്. ഇന്റർവ്യൂവിന് നടന്ന് വയ്യാതായി. താൽക്കാലികമാണെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തുമായിരിക്കും അല്ലേ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനി അല്ലേ, എല്ലാം മാനേജ്മെന്റിന്റെ കയ്യിലായിരിക്കുന്നത്. പിന്നെ ലതികയുടെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട്? അവള് പോയി 3 കൊല്ലായി. വേദന സഹിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഭേദം അതല്ലേ? ലതികയ്ക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയത് ഒരാശ്വാസമായി.
കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങുന്നത് വലിയ വെത്തപ്പാടില്ല. എന്റെ ഒരാളുടെ പെൻഷൻ കൊണ്ട് എന്താവാനാടോ? വിവാഹപ്രായമായി നിൽക്കുന്ന 3 പെൺപിള്ളേരാ. പല സ്ഥലത്തുനിന്നും ലതികയ്ക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ട്. പക്ഷെ ജാതകം കൊണ്ടൊന്നും യോജിക്കുന്നില്ല. ചൊവ്വാദോഷമുള്ള ജാതകമാണേ. ഈ അടുത്ത അവസരത്തിൽ ഒറ്റപ്പാലത്തുനിന്ന് ഒരു ആലോചന ഉണ്ട്. ജാതകവും യോജിക്കും. പക്ഷെ അവരുടെ ഡിമാൻഡ് കേട്ടപ്പോഴേ തനിക്കറിയില്ല എന്റെ കാര്യങ്ങളെല്ലാം എവിടെ നിർത്തി കൊടുക്കാനാ. വരുന്നവർക്കൊന്നും പെങ്കൊച്ചിനല്ല വേണ്ടത്. ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു രൂപവും കിട്ടുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് മാഷ് മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാം ശരിയാവും. മാഷെ ബസ് വന്നിട്ടുണ്ട്. പാലക്കാടനല്ലേ? വേങ്ങര പാലക്കാട്ടേക്കുള്ളതല്ലേ? അതെ കേറിക്കോളൂ. ഉള്ളോട്ട് നിന്നേ. ലതികയോട് കത്തയക്കാൻ പറയാൻ മറക്കരുത്. ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലാത്തൊരു പെണ്ണാണ്. ഒന്ന് സൂക്ഷിച്ചോളണം. സോറി സർ, ബസ് മാറി കയറിയതുകൊണ്ടാ. എന്നൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. എനിക്കും സ്ഥിരമായിട്ട് പറ്റാറുള്ള അബദ്ധമാ. പ്രശ്നം അതല്ല, കുട്ടി വന്നില്ലേ എന്ന് റീജിയണൽ മാനേജർ 3ാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് ഇപ്പൊ ഫോൺ താഴെ വെച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ പരിചയപ്പെട്ടില്ലല്ലോ. ഏതായാലും അകത്തി എന്ന് കണ്ട് ഒരു ഗംഭീരൻ സോറി പറഞ്ഞിട്ട് പോയി. അയ്യോ സർ. പേടിക്കണ്ട, ചെല്ല്. സർ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇന്നലെ സാറ് ലീവായിരുന്നു. അതിന് സർ, ഞാൻ ഇന്നലെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റെനോഗ്രാഫറാണ്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ട് വരണമെന്നുണ്ടോ? അല്ല സർ, ഞാൻ ലേറ്റ് ആവാൻ കാരണം. See, I don't want to hear any explanations. Don't repeat this. ശരി സർ. നോക്ക്, നല്ല കിളി പോലത്തെ കുട്ടികളാ. പല പല ബ്രോക്കർമാരിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തതാ. ഇതില് എന്റെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള കേസുകൾ എത്ര ഉണ്ട് അത് പറ. അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. ഇത് നോക്ക്, എന്തൊരു സൗന്ദര്യം. വല്ല സിനിമാക്കാരും കണ്ട അപ്പ തപ്പിക്കൊണ്ടുപോകും. ശരിയാ, പ്രേതമായിട്ട് അഭിനയിക്കാൻ പറ്റിയ മുഖം. ഇത് നോക്ക്, ഈ കുട്ടിയുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം ഇതിന് നല്ലതുപോലെ കുക്കിംഗ് അറിയാമായിരിക്കുമെന്ന്. ഇത് കണ്ടോ, വയലേലകളുടെ പശ്ചാത്തലത്തിൽ ഒരു ശാലീന സൗന്ദര്യം. വയലേലകളുടെ ശാലീന സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരിദാറിട്ടൊരു കരിങ്കുരങ്ങെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. വിഷ്ണു, അതെ, എന്നെ ഇങ്ങനെ ടൂരിന് മാത്രമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാ നല്ലത്. എടാ, ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ശാലീന സൗന്ദര്യം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറ. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അല്ല, ഈ ശാലീന അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത സ്റ്റെനോ ഇല്ലേ, ലതിക. അതുപോലത്തെ ഒരു ശാലീന, നിഷ്കളങ്ക, ഗ്രാമീണ സൗന്ദര്യം. എക്സാക്ട്ലി. എന്തായി? എല്ലാ വിവരങ്ങളും ഞാൻ ലതികയോട് ചോദിച്ചു. വെരി ഗുഡ്. എന്നിട്ട് ഡ്രൈവിംഗ് മാത്രം അറിയില്ല. അത്രേ ഉള്ളൂ. അത് സാരമില്ല, നമുക്ക് ഈസി ആയിട്ട്. പറയുന്ന മുഴുവൻ കേൾക്ക്. ഡ്രൈവിംഗ് മാത്രം അറിയില്ലായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ സംഗതി അങ്ങനെയല്ല. ലതികയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഹിന്ദി അറിയില്ല, ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല, വെസ്റ്റേൺ ചൈനീസ് കുക്കിങ്ങും അറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടിക്ക് ധൈര്യം എന്ന് പറയുന്നത് 4 അയലത്തൂടി പോയിട്ടില്ല. ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണുവിന് സ്ത്രീധനം ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഈ വിവാഹം ശരിയാക്കിയാൽ അത് മാഷിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒരു സമാധാനമുണ്ട്. ലതികയെ പോലൊരു പെൺകുട്ടിയാണ് സങ്കല്പത്തിലുള്ളത് എന്ന് വിഷ്ണു പറഞ്ഞതിന്റെ അർത്ഥം ആ കുട്ടിയെ അവൻ ഇഷ്ടമായി എന്നാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓക്കെ. ബാക്കി 6 കണ്ടീഷൻസ് അതിപ്പോ കിട്ടിപ്പോയി. ഈ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് ലതികയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് മണ്ടിയാണോ ഞാൻ? അതിപ്പോ ആരെങ്കിലും സ്വയം സമ്മതിച്ചിരുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു വന്നത് ബാക്കി 6 കണ്ടീഷനുകളും ലതികയ്ക്കുണ്ടെന്ന് നമ്മൾ വരുത്തുന്നു. അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു അലിഖിത കണ്ടീഷൻ ഉണ്ടല്ലോ. അത് ഓക്കെ ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്ത്? ജാതക പൊരുത്തം.
സമസപ്തമം. ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. 10ൽ 8 പൊരുത്തങ്ങളും ഒത്തു വന്നിരിക്കുക. മുജ്ജന്മ ബന്ധമാ. ഈ വിവാഹം നടത്താൻ വേണ്ടി നീയോ നിന്റെ കൂട്ടുകാരിയോ പ്രത്യേകിച്ച് ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് താനേ നടന്നിരിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഇതിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ജ്യോതിഷത്തെ കളിയാക്കല്ലേ? വേണ്ട. വിഷ്ണുവിന്റെ ലതികയുടെ വിവാഹം നടന്നില്ലെങ്കിൽ നീ എന്നെ കഴുതയെന്ന് വിളിച്ചോ. അതിപ്പോ ജീവിതത്തിൽ ഇതുവരെ കഴുതയെന്നുള്ള വിളി കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ. സാറിപ്പോ അങ്ങനെയല്ലല്ലോ. അതെ. എന്താ കാര്യം പറഞ്ഞു? കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാവുന്നാ പറഞ്ഞത്. വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ആളിനെ കാണുന്നില്ലല്ലോ. ദാ എത്തിയല്ലോ. നിങ്ങൾ വന്നിട്ട് അധികം നേരമായോ? ഇല്ല. ഇനി പറഞ്ഞേ, എന്താ ഇത്ര അത്യാവശ്യ കാര്യം? എനിക്കിന്നലെ രാഘവ മാഷിന്റെ കത്തുണ്ടായിരുന്നു. അച്ഛന്റെയോ? അതെ. വേറൊന്നുമല്ല, ലതികയ്ക്ക് എങ്ങനെയെങ്കിലും ജോലി പെർമനന്റ് ആക്കി കൊടുക്കണം. വീട്ടിലെ പ്രാരാബ്ദങ്ങളെ കുറിച്ച് ഓർത്ത് അച്ഛന് വിഷമിക്കാനേ നേരുള്ളൂ. പക്ഷേ ലതികയ്ക്ക് അറിയാമല്ലോ, പോസ്റ്റ് പെർമനന്റ് ആക്കി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ ലതികയും പിരിച്ചുവിടാന്നാണോ? കൃഷ്ണൻകുട്ടി വിചാരിച്ച പെർമനന്റ് ആക്കാൻ ഒരു രക്ഷയില്ലേ? രക്ഷയില്ലേന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മാർഗമുണ്ട്. പക്ഷെ അത് ഇത്തിരി കടുത്ത മാർഗമാണ്. പുറത്തറിഞ്ഞാൽ എന്റെ ജോലി വരെ പോകുന്ന കേസാ. അയ്യോ, അങ്ങനെ കൃഷ്ണൻകുട്ടിയുടെ ജോലി നഷ്ടപ്പെടുത്തിയൊന്ന് എനിക്ക്. നിക്കേ, എന്താണ് മാർഗം എന്ന് കേൾക്കട്ടെ. അതായത് പോസ്റ്റ് പെർമനന്റ് ആക്കാനുള്ള അധികാരം മാനേജ്മെന്റ് റീജിയണൽ മാനേജർക്ക് കൊടുത്തിരിക്കുക. അപ്പൊ സംഗതി എളുപ്പമായില്ലേ? റീജിയണൽ മാനേജർ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അവിടെ നിങ്ങൾക്ക് തെറ്റി. ഇക്കാര്യത്തിൽ വ്യക്തിബന്ധവും സുഹൃത്ത് ബന്ധവും അവൻ നോക്കാറില്ല. ഈസ് എ വെരി സ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ പിന്നെ വഴിയുണ്ടെന്ന് പറഞ്ഞത്? പറഞ്ഞോട്ടെ, ചില പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ മാത്രമേ വിഷ്ണു പെർമനന്റ് ആക്കൂ. അതെന്താ ഈ പ്രത്യേക ക്വാളിഫിക്കേഷൻസ്? പറയാം. ഫസ്റ്റ് കണ്ടീഷൻ, കുട്ടി ശാലീന സുന്ദരിയായിരിക്കണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. എന്തു? നമ്പർ 2, എന്നാൽ മോഡേൺ ഡ്രസ്സും സ്യൂട്ട് ചെയ്യണം. അത് ശരിയാക്കാന്നേ. ഓക്കെ. പിന്നെ ഹിന്ദി ഫ്ലുവന്റ് ആയി സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. ധൈര്യശാലി ആയിരിക്കണം. കൂടാതെ ക്ലാസിക്കൽ മ്യൂസിക് അറിഞ്ഞിരിക്കണം. വെസ്റ്റേൺ ചൈനീസ് കുക്കിംഗ് അറിഞ്ഞിരിക്കണം. ഡ്രൈവിംഗും അറിഞ്ഞിരിക്കണം. ഇതൊന്നും എനിക്ക് അറിയില്ലെന്ന് ഞാൻ ഇന്ദുവിനോട് പറഞ്ഞതല്ലേ. ഓ, അപ്പൊ ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടിയായിരുന്നോ? ഇതല്ല ലതികയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞത്. അതെ. സ്റ്റെനോഗ്രാഫറുടെ ജോലിക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിർബന്ധമുണ്ടോ? ഈ കാര്യം എന്റെ അടുത്ത് ചോദിച്ചിരിക്കട്ടെ. വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ചാൽ ഈ ടെമ്പററി ജോലി എന്നെ തെറിച്ചെന്നിരിക്കും. ബന്ധം നോക്കിയിട്ടല്ല അവൻ കണ്ടീഷൻസ് വെച്ചിരിക്കുന്നത്. എന്ത് പറയുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. എങ്കിൽ എനിക്ക് ഈ ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. കാരണം ഈ പറഞ്ഞ യോഗ്യതകളൊന്നും എനിക്കില്ലല്ലോ. ഉണ്ടെന്ന് ഞാൻ പറയുന്നു. അതെ, അങ്ങനെ വിഷ്ണുവിനെ ധരിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഈശ്വര, അതിനൊന്നും ഞാനില്ല. അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട. അതെ, കുറച്ചൊക്കെ കള്ളത്തരം കാണിക്കാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും നല്ല സാലറി ഉള്ള ഒരു പോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഇത്രയും ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. അല്ല എന്തു? ശരിയാ. കണ്ടക്ടർ പോസ്റ്റിന്റെ ഇന്റർവ്യൂവിന് ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒക്കെ അറിയാവെന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാവുന്ന കള്ളവാ പറഞ്ഞത്. അതുകൊണ്ട് ആ ജോലി കിട്ടി. എന്നാലും പിന്നീട് എനിക്ക് ഈ യോഗ്യതകളൊന്നും ഇല്ലെന്ന് വിഷ്ണു സാർ അറിഞ്ഞ അപ്പൊ ജോലി പോവില്ലേ? പെർമനന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അറിയാമോന്ന് ഡെയിലി ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം ലതികയ്ക്കുണ്ട് എന്നുള്ളത് വിഷ്ണുവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നതാണ് പ്രശ്നം. ഇന്ദുവും ലതികയും എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. എന്നാൽ കൂടെ നിൽക്കുന്ന കാര്യം ഞങ്ങളും ഏറ്റു. അയ്യോ വേണ്ട ഇന്ദു, എനിക്ക് ഇന്ദുവിന്റെ അത്രയും ധൈര്യം പോരാ. എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാറ്റിനും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, പിന്നെന്താ? അതെ. ഈശ്വര, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഞങ്ങൾ പറഞ്ഞു തന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. വരുന്നുണ്ട്, തുടങ്ങി. अच्छा सब तो आप ऐसा कीजिए, हाँ एक कॉपन टिकट इधर से लीजिए. 24 को सीट खाली है तो हम उस दिन के लिए पक्का कर देंगे. अगर खाली नहीं तो 27 का फ्लाइट पे हम आपको भेजेंगे. हाँ साहब, एक और तरीका भी है. आप 24 को इधर से बम्बई जाइए. उधर से आपको कनेक्शन फ्लाइट जरूर मिलेगा. उसका कंफर्मेशन हम इधर से देंगे. हाँ नहीं नहीं, फैर में जरा भी फर्क नहीं पड़ेगा. हाँ दोनों बराबर हैं. हाँ साहब, शुक्रिया साहब, नमस्ते.
യെസ് സർ. എന്നെയോ? എന്നെയാ? ആ എന്താ? ആ കുട്ടി ആരോടാ ഹിന്ദിയിൽ സംസാരിച്ചത്? ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചതാ. അയാളുടെ കടിച്ചാ പൊട്ടാത്ത ഹിന്ദി ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. എന്താ ചോദിച്ചത്? അല്ല ഒന്നുമില്ല, നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെ, ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം തുറന്നിട്ട് പോലെയല്ലേ സംസാരിച്ചത്. ഡിംപിൾ കപാടിയെ തോറ്റു. ഈ രാഷ്ട്രഭാഷ മതി മതി, പോണം. നോക്കിക്കേ, എത്ര സ്റ്റൈലായിട്ടുണ്ട്. അയ്യേ വേണ്ട എന്തു. ഒന്നാമത് എനിക്കിതൊന്നും തീരെ ചേരില്ല. അത് സ്വയം തീരുമാനിച്ചാ മതിയോ? ദേ ഇതോടെ ഒന്ന് ഇട്ട് നോക്ക്. ആ ഇപ്പൊ നോക്കിയേ, കണ്ണാടി എവിടെ? ദാ ഇവിടെ ഉണ്ട്. കളിയാക്കല്ലേ. നീ ഒന്ന് ചുമ്മാ എഴുതി. ആദ്യം തന്നെ ഈ പേടി ഒന്ന് മാറ്റ്. ആ ഇപ്പൊ നോക്ക്, നന്നായിരിക്കുന്നില്ലേ? എന്റെ ഈശ്വര, ഇതൊക്കെ വിഷ്ണു സാറിന് ഇഷ്ടപ്പെട്ട പിന്നെ പെർമനന്റ് ആവുമ്പോ ഓഫീസിൽ ഇതൊക്കെ തന്നെ ഇട്ടോണ്ട് വരാൻ പറയുമെന്ന് എന്റെ പേടി. പിന്നെ നീ ഒന്ന് പേടിക്കാതിരിക്കെ. പെർമനന്റ് ആയി കഴിഞ്ഞാ എല്ലാവരും അവരുടെ ഇഷ്ടമല്ലേ? ഇതേ കേരളമാ, ആർക്കും ആരും അത്ര പെട്ടെന്നൊന്നും പിരിച്ചുവിടാൻ പറ്റില്ല. എന്റെ കാലെന്തോ ആവുന്നു. ഒന്നും ആവില്ലെന്നേ. ഇപ്പഴും റിഹേഴ്സൽ എടുത്തില്ലെങ്കിലേ പിന്നെ ബുദ്ധിമുട്ടാവും. ആ കാലം നേരെ വെക്ക്. ആ നടക്ക്. ആ ഞാൻ വീഴും. പേടിക്കണ്ടതേ, നടക്ക്. വാ. എന്താ കാലിങ്ങനെ വെച്ചിരിക്കുന്നത്? നേരെ വെക്ക്. കാലല്ല, കണ്ണട വെച്ചപ്പോ കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതൊക്കെ തോന്നല. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. നടന്നാട്ടെ. എന്താ ഇവിടെ? അത് മേറ്റൻ, നാളെ ഇവൾക്ക് ഓഫീസില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. റിഹേഴ്സൽ എടുക്കായിരുന്നു അല്ലേ? സമ്മാനം ഉറപ്പാ. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഞാനാ. ഒന്ന് എഴുന്നേറ്റെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് നാളെ രാവിലെ പറയാം. അതല്ല, നീ ഒന്ന് എഴുന്നേറ്റെ. ചേച്ചിയുടെ കത്ത് വന്നിട്ടുണ്ട്. നാളെ രാവിലെ അവരിങ്ങോട്ട് എത്തും. ഇതാണ് ഇത്ര വലിയ അത്യാവശ്യ കാര്യം? അതല്ല, പിന്നെ നീ കളിക്കാതെ കാര്യം പറ വിഷ്ണു. അല്ല, നമ്മുടെ ഓഫീസിലെ പുതിയ സ്റ്റെനോ ആ. ലതിക ആ. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. അവർ എഫിഷ്യന്റ് ആണെന്ന് നീ എന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതെ, ആ. ഒഫീഷ്യൽ കാര്യമല്ല ഞാൻ ചോദിച്ചത്, പേഴ്സണലായിട്ട്. വിഷ്ണു സത്യം പറ, എന്താ ഒരു ചുറ്റിക്കളി? അല്ല, ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ നിന്റെ കണ്ടീഷൻസ് എല്ലാം നീ പിൻവലിച്ചോ? ഇല്ല, ആ കണ്ടീഷൻസ് എല്ലാം ലതികയ്ക്കുണ്ട്. പോടാ, ഗുണ്ടടിക്കാതെ. അതെടാ സത്യം, നീ എന്നെ വിശ്വസിക്കേ. പോട്ടെ, ഇത് ഇത്ര കറക്റ്റ് ആയിട്ട് നീ എങ്ങനെ അറിഞ്ഞു? അതാണ് എന്റെ മിടുക്ക്. ലതികയോട് നേരിട്ട് ചോദിക്കാതെ തന്നെ ഈ കണ്ടീഷൻസ് എല്ലാം ലതികയ്ക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് നീ കുറച്ച് പാടുപെട്ടിരിക്കുമല്ലോ. ആ, കുറച്ച് ബുദ്ധിമുട്ടി. എന്നാൽ എന്താ, ഇനി നീ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? ലതികയ്ക്ക് എന്നെ ഇഷ്ടമാണോന്ന് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇതാ പറഞ്ഞത്, നീ വെറും ശിശുവ. ഈ വക കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയാതെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാ. അല്ല, ഞാൻ നേരിട്ട് ചോദിച്ചാൽ ചീപ്പാവൂ? ചീപ്പും ആവില്ല, കണ്ണാടി ആവില്ല. നീ ധൈര്യമായിട്ട് ചോദിക്കേ. ചോദിക്കല്ലേ? ആ കുട്ടി തൊഴുതിട്ട് ഇപ്പൊ ഇറങ്ങി വരും. നല്ലതുപോലെ കണ്ടോണം. വിഷ്ണുവിന് ഇഷ്ടമായ സ്ഥിതിക്ക് എന്തായാലും മോശം വഴിയില്ല. എത്രയായാലും അവൻ എന്റെ അനിയനല്ലേ. അത് മാത്രമേ അവനൊരു കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇടിവെച്ചെന്നാലുണ്ടല്ലോ. ഈ ഇടിക്കുന്ന ഭീഷണിപ്പെടുത്തുന്നല്ലാതെ ചേച്ചി ഇടിച്ചു കാണുന്നില്ലല്ലോ. കാണാൻ വലിയ കൊതിയായിപ്പോ ഇല്ലയോ? എന്നെങ്കിലും ഇവളെന്റെ ദേഹത്ത് കൈവച്ച അതിന് ഞാൻ പ്രതികാരം തീർക്കുന്ന നിന്റെ എല്ലിളക്കിയായിരിക്കും. ഞാൻ വെറുതെ തമാശക്ക്. പേടിക്കണ്ട, ഞാനും തമാശക്ക് ഇടിക്കൂ. അമ്പലത്തിന്റെ മുമ്പിൽ നിന്നാണ് തമാശ. ഇവനാരുടെ വരുന്നുണ്ട് രണ്ടുപേരും. അതില് വെള്ള സാരി ഉടുത്തതാണ് ലതിക. മറ്റേ കുട്ടിക്ക് വേറെ വിവാഹം നിശ്ചയിച്ചിരിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തൊരു അത്ഭുതം! നിങ്ങളിവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ലതിക, ഇത് വിഷ്ണുവിന്റെ ചേച്ചി, ഇത് ചേട്ടൻ. ഞാൻ ബി ജി കുറുപ്പിയേട്ടൻ, ഇത് പാർവതി കുറുപ്പ്. ഞങ്ങൾ വെറുതെ അമ്പലത്തിൽ വന്നാണ്, തെറ്റിദ്ധരിക്കരുത്. പിന്നെ അംഗവും കാണാം, താളി ഓടിക്കാന്ന് പറഞ്ഞ പോലെ ദിവസവും 4 നേരം താളി തേച്ച് കുളിക്കണം. അത് മൂപ്പർക്ക് നിർബന്ധ. ഇതാരാന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ഇന്ദു, KSRTC-യിലെ പുതിയ വനിതാ കണ്ടക്ടറാ. കണ്ടക്ടറാണെന്ന് പറഞ്ഞാ പോരടേ, വനിതയാണെന്ന് കണ്ടറിഞ്ഞൂടെ? എന്താ
സമയായോ? ഓഫീസിൽ പോണോ? പൊക്കോ. വരട്ടെ ഉം. വരട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി ആ, അല്ലേ? തെറ്റില്ല. ഏതായാലും വിഷ്ണുവിന് ആ, ഇഷ്ടമായി നിർത്ത്, നിർത്ത്. 4 നേരം കുളിക്കാൻ ഞാൻ എന്തുവാടേ? ആനയാണോ? വിളച്ചെടുക്കല്ലേ? ഒന്ന് കാള മനുഷ്യ. അല്ല, അതൊക്കെ പോട്ടെ. ആ KSRTC നിന്റെ ആരാ? അതിന്റെ വകയിലൊരു ഫ്രണ്ടാ. ഫ്രണ്ടല്ലേ, ബാക്ക്. അവളുടെ മുമ്പിലുള്ള കൊഞ്ചലും കുഴയിലും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് നീ കരുതരുത്. കാളവാല് പൊക്കുമ്പോ എനിക്കറിയാം. നിങ്ങൾ ഈ കാള വാല് പൊക്കുന്ന നോക്കി നടക്കുന്ന എന്തിനാ മനുഷ്യ? അതെ. കൃഷ്ണൻകുട്ടി, എല്ലാം വിഷ്ണുവിന്റെ ഭാഗ്യ. അല്ലെങ്കിൽ അവന്റെ എല്ലാ കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി. കണ്ടീഷനുകൾ പലതും ഓക്കെ അല്ല. പിന്നെ പക്ഷെ ഓക്കെ ആക്കിക്കാം. മനസ്സിലായില്ല. എല്ലാം ഞാൻ പറയാം. വന്നാട്ടെ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഇൻസാറ്റ് എവിടം വരെ എത്തി? വ്യംഗ്യം മനസ്സിലായി. മനസ്സിന് അർബുദം ബാധിച്ചവരുടെ വികല്പമായ ആശയങ്ങളോട് താതാത്മ്യം പ്രാപിക്കുവാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. സാറിന് എന്ത് സാഹിത്യം പറഞ്ഞാലും ശരി, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഷുഗർ എന്ന് പറയും, പഞ്ചാര.